എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ യോട്ടോ അവൻ ഒരുപാട് സന്തോഷമായി സാക്കുറയെ നോക്കി അങ്ങനെ തുള്ളിച്ചാടും. യോട്ടോ ആണെങ്കില് സാക്കുറെ കള്ളി എന്നൊക്കെ വിളിച്ച് കളിയാക്കിക്കൊണ്ടേയിരിക്കും. സാക്കുറയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. ഞാൻ കള്ളിയൊന്നുമല്ല, ഇവരെന്റെ ഫ്രണ്ട്സ് ആണ്, ഇവിടെ എന്താ നടക്കണേന്ന് അറിയാനാണ് ഞാൻ ഇവിടേക്ക് വന്നേ. പക്ഷെ യോട്ടയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ സാക്കുറയുടെ ചുറ്റും അങ്ങനെ ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യും. യോട്ടോയുടെ സന്തോഷം അത് കൂടുന്തോറും അവിടേക്ക് മഞ്ഞ് വീഴ്ച അതും ഇരട്ടിയാവും. അത് കാണുമ്പോ ഇപ്പൊ സാക്കുറയ്ക്കും നമ്മുടെ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷാവും. അവരാ മഞ്ഞില് വീടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ കളിക്കാണ്. ദിവസങ്ങൾ കഴിയും തോറും അവര് യോട്ടോയുടെ കൂടെ കളിച്ചും ചിരിച്ചും ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോവും. വലിയ മഴയൊക്കെ പെയ്യുമ്പോ യോട്ടോയുടെ ടെന്റിൽ കയറി എല്ലാവരും അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ ഈനോ അവളിപ്പോ അവളുടെ കയ്യിലുള്ള കുറച്ച് പൂക്കളെടുത്ത് യോട്ടോയുടെ തലയിൽ വെച്ച് കൊടുക്കും. അത് കാണുമ്പോ ഇപ്പൊ യോട്ടോയ്ക്ക് ഒരുപാട് സന്തോഷാവും. അവൻ ചിരിക്കാൻ തുടങ്ങും. അപ്പൊ പെട്ടെന്ന് ആ മഴയൊക്കെ മാറി വീണ്ടും അവിടേക്ക് മഞ്ഞ് പെയ്യും. ഷിക്കമരു പറയും, യോട്ടോ കരഞ്ഞ ഇവിടെ മഴ പെയ്യും, അവൻ സന്തോഷിച്ച ഇവിടെ മഞ്ഞ് പെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ക്ലാസ്സുകൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും, യോട്ടോയെ സ്ഥിരം കാണാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് ഷിക്കമരുവും ചോച്ചിയും ഈനോയും സാക്കുറയും അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും സാസുക അവനിപ്പോ അവരുടെ മുൻപിലൂടെ അങ്ങനെ പാസ് ചെയ്ത് പോവാ. അപ്പൊ സാക്കുറ കാണും അവന്റെ ബാഗില് ഒരുപാട് പൂക്കളൊക്കെ ആരോ പറിച്ചു വെച്ചിരിക്കുകയാണ്. സാക്കുറയ്ക്കും അത് കാണുമ്പോ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും അത് ആരുടെ പണിയാണെന്ന്. നമ്മുടെ ആൾക്കാർ ഓടി ഇപ്പൊ യോട്ടോയുടെ അടുത്തേക്ക് വരും. അവർ യോട്ടോയോട് പറയും, നിന്നോട് ഞങ്ങൾ എത്ര തവണ പറഞ്ഞു പുറത്തിറങ്ങി നടക്കരുതെന്ന്. അതിനവൻ പറയും, പേടിക്കാനൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരും എന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഒരാള്, ഒരു ചെക്കൻ, അവൻ മാത്രം എന്നെ കണ്ടു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അവൻ ആള് വളരെ ചിൽ മൈൻഡഡ് ആണ്. അവൻ എപ്പോഴും ഒരു ഇരുമ്പ് റാഡിലിരുന്ന് ആ ഒരു ഹൊക്കാകമാരുടെ ശിലയിലേക്ക് നോക്കിയിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടുക അവൻ പറയുന്നത് സാസുകയെ കുറിച്ചല്ല, മറിച്ച് കുട്ടപ്പനെ കുറിച്ചാണ്. ഈനോ ടെൻഷനായിട്ട് പറയും, ആ തലതെറിച്ച് ചെറുക്കൻ എല്ലാവരെയും നോക്കി ദേഷ്യപ്പെട്ട് ഫുൾ കലിപ്പിൽ നടക്കുന്ന നറൂട്ടോ. സാക്കുറ പറയും, പക്ഷെ അവൻ എന്നെ നോക്കി ഇടയ്ക്ക് ചിരിക്കാറുണ്ട്. അത് കേട്ട് ഈനോ അവളിപ്പോ സാക്കുറയെ നോക്കി ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവന് നിന്നെ ഇഷ്ടായിരിക്കും. അയ്യോ ഇല്ല ഇല്ല, അവൻ കാഷ്വലായിട്ട് എന്നെ നോക്കാറുണ്ടെന്നേ ഉള്ളൂ, അവൻ എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈനോ ഇപ്പോ യോട്ടയോട് പറയും, ഇനി നീ ഗ്രാമത്തിലേക്ക് വരരുത്, ആരുടെയും കണ്ണില് നീ പെടാനും പാടില്ല. ആരെങ്കിലും നിന്നെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഇവിടുന്ന് ഓടിക്കും. പിന്നീട് നീ ഒറ്റപ്പെട്ടു പോകുന്നു പറയുമ്പോ യോട്ടോ അവൻ ഒത്തിരി സങ്കടത്തില് കരയാൻ തുടങ്ങും. പക്ഷെ ചോച്ചിക്കാണെങ്കിൽ അവന്റെ ചിരി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം യോട്ടോ സാസുകയുടെ ബാഗിലാണ് പൂക്കളൊക്കെ തിരികെ വെച്ചത്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. സാക്കുറയ്ക്കാണെങ്കിൽ യോട്ടോ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിലാവില്ല. യോട്ടോ ഒരു കത്തി എടുത്ത് ഇപ്പൊ സാക്കുറ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ അടുത്തേക്ക് വരികയാണ്. അതേസമയം ഇവിടെ ഷിക്കമരും ടീമും അവര് യോട്ടോയെ സീൽ ചെയ്യാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ അവരെ കൊണ്ടും അതിന് കഴിയില്ല. ഈനോ ഉടനെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള അവളുടെ പപ്പ ഈനോച്ചിയായിട്ട് കണക്ട് ചെയ്യും. ഈനോ ആ ഒരു കോള് അത് സാക്കുറയ്ക്കും ചോച്ചിക്കും ഷിക്കമരുവിനും എല്ലാവർക്കും കണക്ട് ചെയ്യും. ഈനോ സാക്കുറോട് ചോദിക്കും, നിനക്ക് പഴയൊരു യോട്ടോ പയ്യനെ അവന് ഓർമ്മയുണ്ടോ? അവനിപ്പോ ഇവിടേക്ക് വന്ന് അവന്റെ റെയിൻ പവർ അതുപയോഗിച്ച് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാണ്. അത് കേട്ട് സാക്കുറ അവൾ ഷോക്കാവും. സാക്കുറ പറയും, അതേ യോട്ട, നിങ്ങൾ പറയുന്ന അതേ യോട്ടോ പയ്യൻ അവനിപ്പോ എന്റെ അടുത്തുണ്ട്. അവന്റെ മഞ്ഞു പവർ അതുപയോഗിച്ച് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എല്ലാവരും ഇപ്പൊ അത് കേട്ട് ഷോക്കാവും. അപ്പോഴായിരിക്കും കിബ അവനിപ്പോ കോള് കണക്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരോട് പറയാ, അതേ ഓട്ടോ അവൻ എന്നെ അക്കമൊരു പട്ടിക്കുട്ടിയെയും ഇപ്പൊ ലൈറ്റ്നിങ് ജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അറ്റ് എ ടൈം 3 യോട്ടകള് 3 വ്യത്യസ്തമായ സ്ഥലങ്ങളില് 3 വ്യത്യസ്തമായ രീതികളില് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ നറൂട്ടോയെ കാണിക്കും. നറൂട്ടോ ഓടി ഓടി മുൻപോട്ട് വരികയാണ്. അപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് എന്തോ ഒരു വിസിൽ സൗണ്ട് അവൻ കേൾക്കും. അവനത് ആരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ യോട്ടോ. അവനിപ്പോ കുട്ടപ്പന്റെ അടുത്തേക്കും എത്തിക്കഴിഞ്ഞു. അപ്പൻ നറൂട്ടോ അവനിപ്പോ യോട്ടോയെ കണ്ട് ഷോക്കാവും. നറൂട്ടോ ചോദിക്കും, നീയാ യോട്ടോ അല്ലേ? അതിനവൻ നറൂട്ടോ നോക്കി ചിരിക്കും. എന്നിട്ട് അടുത്ത സെക്കൻഡില് വിൻ സ്റ്റൈൽ ഉപയോഗിച്ച് കുട്ടപ്പനെ അടിച്ചു തെറിപ്പിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കുട്ടപ്പൻ അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. കട്ട് ചെയ്ത നറൂട്ടോ അവനാ ഇരുമ്പ് റാഡിലിരുന്ന് ഹൊക്കാഗമാരുടെ ഫോട്ടോ ഹൊക്കാഗമാരുടെ ശില്പങ്ങള് അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഷിക്കമരുവും സാക്കുറയും ഈനോയും ചോച്ചിയും അവരെല്ലാവരും ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും.
ഈനോ ഫുൾ കലിപ്പില് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, യോട്ട അവനെവിടെ, അവനെ നീ എന്താ ചെയ്തേ? കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ വണ്ടടിച്ച് ചോദിക്കും, നിങ്ങൾ ആരുടെ കാര്യം പറയണേ? ആരെ യോട്ട? എനിക്ക് ആരെ അറിയില്ല. അത് കേട്ട് സാക്കുറ അവള് ഫുൾ കലിപ്പില് ഇപ്പൊ കുട്ടപ്പനെ പിടിച്ചു വലിച്ച് യോട്ടോയുടെ ആ ടെന്റിനടുത്തേക്ക് കൊണ്ടുപോകും. ആ ടെന്റ് മുഴുവൻ ഇപ്പൊ തകർന്നു കിടക്കുകയാണ്. സാക്കുറ ഫുൾ കലിപ്പില് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, ഞങ്ങളല്ലാതെ യോട്ടോയെ കണ്ടിട്ടുള്ള ഒരേ ഒരാള് അത് നീ മാത്രമാണ്. സോ നീ അറിയാതെ യോട്ടോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. യോട്ടോ എവിടെ? സത്യം പറ, എന്താ ഉണ്ടായേ? പക്ഷെ കുട്ടപ്പനാണെങ്കില് ഇപ്പൊ നിസ്സഹായനായി അവരോട് പറയും, സത്യമായിട്ടും യോട്ടോ ആരാണെന്നോ അവൻ എന്താണെന്നോ എനിക്കറിയില്ല. അപ്പൊ സാക്കുറ അവൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ യോട്ടോയെ കുറിച്ച് പറയാൻ തുടങ്ങും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പില് അവിടുന്ന് തിരിച്ചോടും. നിങ്ങൾ ഏതോ ഒരുത്തിനു വേണ്ടി എന്നെ സംശയിച്ചു അല്ലേ? എല്ലാവരും കണക്കാണ്, ആരെയും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ദൂരം ഓടി മുൻപോട്ട് വരും. അത് കേട്ട് ഈനോയ്ക്കും ഷിക്കമരുവിനും ചോദിക്കും. അവർക്ക് 3 പേർക്കും ഒരുപാട് വിഷമാവും. കുട്ടപ്പൻ അങ്ങനെ കരഞ്ഞു മുൻപോട്ട് വരുമ്പോ അവന്റെ മുൻപിലായിട്ട് ആരോ ഒരാൾ കരയുന്ന ശബ്ദം അവൻ കേൾക്കും. മാത്രമല്ല അവിടെ ഇപ്പോ നല്ലതുപോലെ മഴയും പെയ്യാൻ തുടങ്ങും. കുട്ടപ്പൻ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ചെറിയ ചെക്കൻ അവൻ ഇരുന്ന് കരയാണ്. കുട്ടപ്പൻ അവനോട് ചോദിക്കും, നീ ആരാണ്? നീ എന്തിനാ കരയണേ? അതിനവൻ പറയും, ഞാൻ യോട്ടോ. ഞാൻ ഒറ്റപ്പെട്ട വിഷമത്തില് കരഞ്ഞു പോയതാണ്. അതിന് കുട്ടപ്പൻ, നീയാണോ യോട്ട? നീ കാരണമാണ് എന്റെ ഫ്രണ്ട്സ് മുഴുവൻ എന്നെ വഴക്കു പറഞ്ഞത്. എന്റെ പേര് നാറൂട്ടോ ഒസുമാക്കി എന്നാണ്. അത് കേട്ടവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. അവൻ പറയും, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ആ ഇരുമ്പ് റാഡിലിരുന്ന് എപ്പോഴും ചൂളം അടിക്കാറില്ലേ? എനിക്കത് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പന്റെ ചുറ്റും ഓടി നടക്കും. ഈ ഓട്ടോ കുട്ടപ്പനോട് ചോദിക്കും, എനിക്ക് നീ വിസിലൂതുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു വിസിലൂതല് അത് എനിക്കൂടെ പഠിപ്പിച്ചു തരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരും ഇന്നു മുതൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. കുട്ടപ്പനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡായി അവനെ നോക്കി നിൽക്കും. അപ്പോഴാണെങ്കിൽ അവന്റെ ബോഡിയിൽ നിന്ന് ഒരു വൈറ്റ് സ്നേക്ക് ഇപ്പോ പുറത്തേക്ക് വരും. അവനുടനെ അതിനങ്ങനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കളയും. ആക്ച്വലി അത് ഒറോച്ചിമാറുവിന്റെ പവറാണ്. പക്ഷെ യോട്ടോ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഇപ്പൊ വീണ്ടും വീണ്ടും കുട്ടപ്പനോട് ആ ട്യൂണ് അതവന് പഠിപ്പിച്ചു കൊടുക്കാൻ പറയും. കുട്ടപ്പന് വേറെ വഴിയില്ലാതെ ആ ട്യൂണ് അവന് പഠിപ്പിച്ചു കൊടുക്കും. അവനും കുട്ടപ്പൻ ചെയ്യുന്നത് അതുപോലെ ഫോളോ ചെയ്ത് ഇപ്പൊ അങ്ങനെ വിസിലടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം കുട്ടപ്പൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് നല്ല രീതിയിൽ അവൻ വിസിലടിക്കും. അവൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ കുട്ടപ്പനോട് പറയും, ഇന്നു മുതൽ നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ കുട്ടപ്പനും യോട്ടയും അവർ രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ച് ആ ഒരു വിസിൽ ഊതാൻ തുടങ്ങും. അപ്പൊ മഴയൊക്കെ മാറി നല്ല തണുത്ത കാറ്റ് അവർക്ക് നേരെ വീശി അടിക്കും. അപ്പോഴായിരിക്കും അക്കമൊരു പട്ടിക്കുട്ടി അതിപ്പോ യോട്ടയെ നോക്കി ഓടി വരിക. യോട്ടോ അതിനെ കാണുമ്പോ തന്നെ പേടിച്ച് മുൻപോട്ട് ഓടും. അക്കമൊരു പട്ടിക്കുട്ടിയെ പിടിക്കാനായിട്ട് അവന്റെ പിന്നാലെ തന്നെ കിബയും ഓടുന്നുണ്ട്. യോട്ടോ ചാടി ഓടി ഇപ്പൊ ഒരു മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും. എന്നിട്ട് ഫുൾ കലിപ്പില് അക്കമൊരു പട്ടിക്കുട്ടിക്ക് നേരെ ഇപ്പൊ ലൈറ്റിംഗ് പവർ അതങ്ങനെ അടുപ്പിക്കും. യോട്ടോ ദേഷ്യത്തിൽ പറയും, എനിക്ക് പട്ടിക്കുട്ടികളെ തീരെ ഇഷ്ടമല്ല. കുട്ടപ്പൻ പറയും, യോട്ടോ നോ, അവരെ ഒന്നും ചെയ്യരുത്, അവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഉടനെ ഷിക്കമരും ടീമും ഇപ്പൊ അവിടേക്ക് എത്തും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോ അവരെല്ലാവരും ഇപ്പൊ തിക് ഫ്രണ്ട്സ് ആവും. എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരുമിച്ച് കളിക്കുകയാണ്. കളിയുടെ അവസാനം ഇപ്പൊ യോട്ടോയെ മാത്രം കാണാനുണ്ടാവില്ല. ദൂരത്തായിട്ട് ശക്തിയായിട്ട് മഴ പെയ്യുന്ന കണ്ട നമ്മുടെ ആൾക്കാര് അവിടേക്ക് ഓടിയെത്തും. പക്ഷേ അപ്പോഴേക്കും 50 ബ്ലാക്ക് ഓപ്സുകാര് യോട്ടോയെ അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് പോയിട്ടുണ്ടാവും. നമ്മുടെ ആൾക്കാർ ഓടി വന്ന് ഇപ്പൊ 50 ബ്ലാക്ക് ഓപ്സിനെ കാല് പിടിച്ച് കെഞ്ചും. യോട്ടോ അവൻ ശരിക്കും പാവമാണ്, ദയവ് ചെയ്ത് അവനെ വിട്ടയക്കണം. അതിനവര് പറയും, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളിപ്പോ നിങ്ങളുടെ കാര്യം നോക്കി വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മുടെ ആൾക്കാരോട് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. കുട്ടപ്പനാണെങ്കിൽ ആ കഥകളൊക്കെ ആലോചിച്ച് യോട്ടോയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.